ചെയ്തതിൽ അതിയായി നന്ദി ഇത്തരത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഗോഡ്സിംഗ് എന്നാണ്. എനിക്ക് ഈ കർത്താവൻ ദാസനുമായിട്ടോ മറ്റ് ആരുമായിട്ടോ മുഖപരിചയമില്ല. എങ്കിലും ഞങ്ങളുടെ ഒരു സുഹൃത്ത് ദൈവദാസൻ മുഖാന്തരം ഇന്ന് രാത്രി യോഗത്തിൽ എനിക്കും പങ്കെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ട്രിവാൻഡ്രം കാട്ടാക്കട സ്വദേശിയാണ്. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാത്രി ദൈവം എന്നെ സഹായിക്കേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തകൾക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ് നമ്മൾ ആധാരമായി വായിക്കുവാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ഈ വചനം വായിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ഇത് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ, നല്ല ആലോചനകളെ കർത്താവ് നമുക്ക് നൽകി തരുവാൻ ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വിവിധ ഭാഗങ്ങളിൽ നാം ആയിരുന്നു കൊണ്ട് ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നാം എല്ലാവരെയും ഒരുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഭവനങ്ങൾക്കകത്ത് വ്യാപരിച്ചുകൊണ്ടിരിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമത്തിൽ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരേണ്ടതിനായി ഒരുമിച്ച് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആത്മാവിൽ നിറഞ്ഞ് ആത്മശക്തിയോടെ ദൈവസന്നിധിയിൽ അല്പസമയം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലേ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കർത്താവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദിയോ ആത്മാവിൽ നിറഞ്ഞ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ
ഉടതാരകതാരകതല ഹബ്ദുരവീശവനാധുരരേകതരാജഗനം ചുടരാജഗനേതകരേതകനം ഉടകാപ്രമനാരികതേരകതമനം തുരരേതര രക്ഷകരം വൈഠാപനതരഗാനഗതഗനെ. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ, ആത്മാവിന്റെ ശക്തിയെ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ അല്പസമയം ആത്മാവ് നിറഞ്ഞ് ആമേൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവം ചെയ്യുന്നത് പ്രവൃത്തി എന്ന് പറയുവാനല്ല, അവൻ അത്ഭുതങ്ങൾ എന്ന് പറയത്തക്ക രീതിയിൽ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഇന്ന് രാത്രി നമുക്കൊരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടത്തേക്ക് ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുവാൻ, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ ആത്മീയ അന്തരീക്ഷത്തെ തടയുന്ന എല്ലാ ദുഷ്ട വ്യാപാരങ്ങളെയും സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകുന്ന നസറേനാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ശാസിച്ച് അവയുടെ മേൽ ജയം കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്ന അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അമേൻ മറുപടികൾ ജനത്തിന്റെ അടുക്കലോളം എത്തുവാൻ അനുവദിക്കാതെ അമേൻ തടഞ്ഞു കളയുന്ന എല്ലാ സ്വർലോക മണ്ഡലത്തിലെ ദുഷ്ടാത്മ സേനകളോട് പടപരുതുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഞങ്ങൾക്കായി ഇറങ്ങി വരുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്ന് രാത്രി ജനത്തിന്മേൽ സ്വർഗം പകരുന്ന രാത്രിയാകയാൽ സ്തോത്രം ചെയ്യുകയാണ്. ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം ഇന്ന് രാത്രി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെയെല്ലാം ഓടിച്ചെന്ന് അത്ഭുതം പ്രവർത്തിപ്പാനുണ്ടോ അവിടെയൊക്കെ ദൈവത്തിന്റെ വചനം ഇറങ്ങിച്ചെന്ന് ഓടിച്ചെന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വചനം കത്തുന്ന തീ പോലെ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, പുതുവഴികളെ തുറക്കുന്ന അവൻ ദൈവത്തിന്റെ ശബ്ദമായി ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അവൻ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. ആമേൻ. ആത്മാവിന്റെ ശക്തി ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടു വരട്ടെ. ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കത്തക്ക നിലയിൽ വചനം അയച്ച് ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമ മഹത്വത്തിനായി ഇന്ന് രാത്രി അടിയനെ ഉപയോഗിപ്പാൻ സമർപ്പിക്കുകയാണ്. കർത്താവേ, വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ആമേൻ ഈ ദൈവ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കുന്നു. വചനത്താലുള്ള വിടുതൽ ഇന്ന് രാത്രി ജനം പ്രാപിച്ചെടുപ്പാൻ കൃപ ചെയ്യണം. പ്രാർത്ഥനയും യാതന കേട്ടതിന് നന്ദി പറയുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് ഒരുമിച്ച് പറയാം, ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. സ്തോത്രം. ചില പ്രിയപ്പെട്ടവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മുഖം കാണുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഞങ്ങൾക്ക് മറ്റു പരിചയം ഇല്ല എങ്കിലും ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മ ആദരിപ്പാൻ ദൈവം അവസരങ്ങൾ ഒരുക്കിയല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പിതാവിന്റെ ചർച്ചിൽ ആണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഇവിടെ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇത് പ്രാരംഭ ദിവസമാണ്. ഈ രാത്രി കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് എളിയവനെയും സഹായിച്ചു. ഞാൻ വൈകിയ സമയം ഈ മീറ്റിങ്ങിന് വരുമ്പോഴാണ് ഈ സൂം മീറ്റിങ്ങിനെ കുറിച്ച് അറിയുവാൻ ഇടയായി തീർന്നത്. എങ്കിലും എന്നെ ക്ഷണിച്ച ഈ അവസരങ്ങൾ ഒരുക്കിയവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. യാതൊരു മുഖവരെയും കൂടാതെ ദൈവോധന ചിന്തകളിലേക്ക് നമുക്ക് രാത്രി പ്രവേശിക്കാം. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിന്റെ 31-ാം ഈ വചനം വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഈ വചനം പലപ്പോഴും നമ്മൾ വായിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വചനമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ കർത്താവ് എനിക്ക് നൽകുന്ന ആത്മീയ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ദൈവത്തിന്റെ ആലോചനകൾ പറയുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക്
ദൈവസന്നിധിയിലായിരിക്കാം. എനിക്ക് സൂം മീറ്റിങ്ങിനൊന്നും ഒത്തിരി പ്രസംഗിച്ച് പരിചയമില്ല. കൂടുതലും അല്ലാതെ മീറ്റിങ്ങിനാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. സൂം മീറ്റിങ്ങിന് പ്രസംഗിക്കുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ശബ്ദമൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. എങ്കിലും സ്തോത്രം, ഇന്ന് രാത്രി ഈ എന്റെ ശബ്ദം എല്ലാവരും കേൾക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ രാത്രി നമ്മോട് സംസാരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഈ സൂം മീറ്റിംഗിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ അതിലൊരു ടോപ്പിക് എന്നുള്ളൊരു ഭാഗം ശ്രദ്ധയിൽപ്പെടുവാൻ ഇടയായി തീർന്നു. അതായത് ടോപ്പിക് എങ്ങനെയാണ്? കണ്ടിന്യൂഡ് പ്രെയർ ആൻഡ് ഫെലോഷിപ്പ് എൻറിച്ചിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് എനിക്ക് അതിൽ കാണാൻ കഴിഞ്ഞത്. സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സൂം മീറ്റിംഗിലൂടെ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയിലുള്ള തുടർമാനമായിട്ടുള്ള പ്രാർത്ഥനയും ആത്മീയ കൂട്ടായ്മയുമാണ്. സ്തോത്രം. അതെന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വർധനവിനും വളർച്ചയ്ക്കും വേണ്ടിയാണ്. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയും ഈ കൂട്ടായ്മയും ക്രിസ്തുവിന്റെ സഭയാകുന്ന എനിക്കും നിങ്ങൾക്കും ആത്മീയ വർധനവിന് കാരണമായി തീരണം. സ്തോത്രം. പ്രാരംഭത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് രാത്രിയിലെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ അഭിവൃദ്ധിക്ക്, ആത്മീയ വളർച്ചയ്ക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വർധനവിന് കാരണമായി തീരണം. സ്തോത്രം. നമ്മൾ എത്ര പ്രസംഗം കേട്ടു എന്നുള്ളതല്ല വിഷയം. എത്ര കൂട്ടായ്മയ്ക്ക് പങ്കെടുത്തു എന്നുള്ളതല്ല വിഷയം. നമ്മൾ എത്ര ദൈവദാസന്മാരുടെ ശുശ്രൂഷയെ അനുഭവിച്ചു എന്നുള്ളതല്ല വിഷയം. സ്തോത്രം. എത്ര ശുശ്രൂഷ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. സ്തോത്രം. ഒത്തിരി പ്രസംഗം കേട്ടു എന്നുള്ളത് കൊണ്ട് അർത്ഥമില്ല. സ്തോത്രം. നമ്മൾ കേട്ട വചനം അത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധനവിന് കാരണമായോ എന്ന് സ്വയം ശോധന ചെയ്യുന്നതാണ് ഏറെ അനുഗ്രഹകരമായി തീരുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ കൂട്ടായ്മ എല്ലാം നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. ആയതിനാൽ തുടർന്നുള്ള വചന ശുശ്രൂഷയും നമുക്കൊരു അനുഗ്രഹമായി തീരണം, ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ വിടുതലിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാനിന്ന് രാത്രി പറയുവാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിടുതലുണ്ട്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ്? മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന്, ഈ വചനം അറിയാന്നുള്ളവരൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. അടുത്ത പദം ഇങ്ങനെയാണ്: രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് എന്ത് തരും? പ്രതിഫലം തരും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നല്ല പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരും. സ്തോത്രം. അതിനർത്ഥം എന്താണ്? പ്രതിഫലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ഒടുവിൽ ജോലി അവസാനിച്ചു കഴിയുമ്പോഴേക്കും അതിനൊരു പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ശമ്പളമുണ്ട്, ഒരു കൂലിയുണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നുള്ളതിനേക്കാളും ഒരു അല്പക്കൂടെ ഉയർന്ന നിലവാരത്തിൽ കർത്താവ് പറയുന്നു, പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലം തരും. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് കടമായിട്ട് കണക്കാക്കും. സ്തോത്രം. അതിനൊരു കൂലി കർത്താവ് നിശ്ചയിക്കും. സ്തോത്രം. അതിനൊരു പ്രതിഫലം കർത്താവ് തരും. സ്തോത്രം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. സ്തോത്രം. ഇന്ന് വിതച്ചാൽ ഇന്ന് തന്നെ വിളവെടുക്കണമെന്നില്ല. ചില ദിവസങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. ചില ദിവസങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്തോത്രം. ചില നാളുകൾ കഴിയുമ്പോഴേക്കും ആ വിതച്ചതിന്റെ ഫലം നമുക്ക് ലഭ്യമാകും എന്ന് പറയുന്നത് പോലെ, സ്തോത്രം, ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. വചനം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. സ്തോത്രം. ഇന്ന് രാത്രി വിവിധ ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിതയ്ക്കുന്നതിന് തുല്യമാണെന്ന് ഈ രാത്രി വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. വിതയ്ക്കുന്നതിന് തുല്യമാണ്. ചില നാളുകൾക്കകത്ത് ആ പ്രാർത്ഥനയുടെ പ്രതിഫലം നമ്മൾ പ്രാപിച്ചെടുക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ആമേൻ പറയാം. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലം കർത്താവ് നമുക്ക് തരും എന്നാണ് പറയുന്നത്. അവിടെ വേറൊരു ചിന്ത പറയുന്നത് എങ്ങനെ? രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്. സ്തോത്രം. അല്ലെ? രഹസ്യത്തിൽ കാണുന്ന പിതാവ്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ, ചില വിഷയങ്ങളൊക്കെ രഹസ്യമായിരിക്കും. സ്തോത്രം.
എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തട്ടെ. എല്ലാ പ്രാർത്ഥനാ വിഷയവും നമുക്ക് എല്ലാവരോടും പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എല്ലാ പ്രാർത്ഥന വിഷയവും നമുക്ക് എല്ലാവരോടും പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചില വിഷയങ്ങൾ നമ്മൾ രഹസ്യമായി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിരിക്കാം. സ്തോത്രം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹന്ന ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം ഹന്നയുടെ വിഷയം എന്ന് പറഞ്ഞത് ഭവനത്തിനകത്തൊരു പ്രതിയോഗി അവൾക്കുണ്ട്. പുറത്തൊരു പ്രതിയോഗിയാണെങ്കിൽ അത് നമുക്ക് സാരമില്ലെന്നെണ്ണാം. പക്ഷേ ഹന്നയുടെ പ്രതിയോഗി അവളുടെ ഭവനത്തിന്റെ അകത്താണ്. ആ പ്രതിയോഗി പലപ്പോഴും അവളെ മുഷിയിപ്പിക്കുവാനും കുത്തുവാക്കുകൾ പറയുവാനും ഇടയായതുകൊണ്ട് വളരെയധികം കരഞ്ഞ് പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഹന്ന പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ അവളുടെ ആ വിഷയവുമായിട്ട് അവൾ ദൈവാലയത്തിലേക്ക് ചെല്ലുകയാണ്. സ്തോത്രം. ഇന്ന് ഈ രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഭവനത്തിനകത്ത് നാം അനുഭവിക്കുന്ന ചില വേദനകൾ പുറത്താർക്കും അറിയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പുറമെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭവനമാണ്, നല്ല കുടുംബ അന്തരീക്ഷമാണ്, നല്ലൊരു ഭവനമാണത്. സ്തോത്രം. പക്ഷേ അവൾ ആ ഭവനത്തിന് അനുഭവിക്കുന്ന ആ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ അവൾ അനുഭവിക്കുന്നതായ വേദന പലർക്കും അറിയത്തില്ല. സ്തോത്രം. അവളെ പ്രതിയോഗി എത്രത്തോളം നിന്ദിക്കുന്നു എന്നുള്ളത് അവൾക്ക് പരസ്യമായി പലപ്പോഴും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. സ്തോത്രം. ചിലരുടെ വിഷയങ്ങൾക്ക് ചിലരുടെ മുഖം കണ്ടിട്ട് ചിലർ പറയും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന വ്യക്തികളാണ്, നല്ല കുടുംബമാണ്. സ്തോത്രം. പക്ഷേ ആ ഭവനത്തിനകത്ത് അവർ നീറി പുകയുന്നത്, ഭാരപ്പെടുന്നത് ചിലപ്പോൾ അവർക്ക് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അവർ പറയും എനിക്കും ദൈവത്തിന് മാത്രമേ ഇത് അറിയാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ചില വ്യക്തികളോട് ദൈവത്തിന് ആത്മാവ് സംസാരിക്കും. ഞാനിത് പറയാൻ വേണ്ടി അല്ല വന്നത്, എങ്കിലും അതങ്ങനെ പറയാനൊരു നിയോഗം ഇങ്ങനെ വരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ പുറമേ നിന്ന് ചിരിക്കുന്നു, എല്ലാവരും കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഉള്ളിനകത്ത് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ, സ്തോത്രം, ഇങ്ങനെ നീറി പുകയുന്നത് പോലെയുള്ള രഹസ്യമായ ചില വിഷയങ്ങൾ, വേദനിക്കുന്ന വിഷയങ്ങൾ, സ്തോത്രം, കുത്തുവാക്കുകളാൽ നിന്ദിക്കപ്പെടുന്ന ചില വിഷയങ്ങൾ, സ്തോത്രം. ഇന്ന് രാത്രി അതിനൊരു പരിഹാരം, ഒരു മറുപടി എന്നോണം അതിന് നമ്മൾ അതിൽ ഒരു വിടുതൽ എങ്ങനെ പ്രാപിപ്പാൻ കഴിയും? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നമ്മുടെ ആ വിഷയവുമായി നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. സ്തോത്രം. നമ്മുടെ ആ വിഷയമായി നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. സ്തോത്രം. ദൈവപാദപീഠത്തിലേക്ക് വരണം. സ്തോത്രം. പഴയ നിയമത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം കൽപ്പിക്കുന്ന ഇടത്ത് പോയി പ്രാർത്ഥിക്കണം, ദൈവം കൽപ്പിക്കുന്ന ഇടത്ത് പോയി ആരാധിക്കണം. സ്തോത്രം. അങ്ങനെ ഒരു പ്രമാണമുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്കൊരു വ്യത്യാസമുള്ളത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് കർത്താവ് ഉണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ അവിടെ ഹന്ന ആലയത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവൾ പ്രാർത്ഥിക്കുക. ഇനി ആലയത്തിലേക്ക് പോയപ്പോഴേക്കും അവൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ നിന്നാണ് ആലയത്തിലേക്ക് പോകുന്നത്. ആലയത്തിലേക്ക് പോയിട്ട് അവൾ ആ വിഷയത്തെ ദൈവസന്നിധിയിൽ പറയുവാൻ തുടങ്ങി. അവൾക്കത് പരസ്യമായി പറയാൻ കഴിയുന്നില്ല. അവൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ഹൃദയം കൊണ്ട് കരഞ്ഞു എന്ന് വചനം പറയുന്നു. അവൾ ഒത്തിരി ഹൃദയം കൊണ്ട് കരഞ്ഞു. അപ്പോൾ ഹൃദയം കൊണ്ട് കരഞ്ഞപ്പോൾ അവളുടെ അധരങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അവിടെ പുരോഹിതനായ ഏലി അവളെ കാണുകയാണ്. സ്തോത്രം. ഏലി കണ്ടിട്ടും ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെ കരയുന്നു എന്ന് മനസ്സിലാക്കാൻ ഏലി പുരോഹിതന് കഴിഞ്ഞില്ല. നമുക്കറിയാം, ഏലി പുരോഹിതൻ അവളെ ശാസിക്കുക, അവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു തെറ്റിദ്ധരിച്ച് അവളെ ശാസിക്കുന്ന ഭാഗമൊക്കെ കാണുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ സഹോദരി ഏലി പുരോഹിതനോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദം ഇങ്ങനെയാണ്. സ്തോത്രം. ഏലി പുരോഹിതനോട് ഹന്ന അവളുടെ വിഷയം പറയുന്നില്ല. മനസ്സിലായോ? ഏലി പുരോഹിതനോട് ഹന്ന അവളുടെ പ്രാർത്ഥന വിഷയം പറയുന്നില്ല. സ്തോത്രം. അവൾ അതിനെ പിന്നെയും രഹസ്യമായി വെക്കുകയാണ്. എന്നാൽ ഏലി പുരോഹിതനും എന്താണ് വിഷയമെന്ന് ഹന്നയോട് ചോദിക്കുന്നുമില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ വിഷയവും നമുക്ക് എല്ലാവരോടും പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. സ്തോത്രം. ചില വിഷയങ്ങൾ നമ്മൾ രഹസ്യമാക്കി തന്നെ സൂക്ഷിച്ച് അത് ദൈവസന്നിധിയിൽ മാത്രം പറയുവാനിടയാകണം. സ്തോത്രം. പക്ഷെ ആ പ്രാർത്ഥനയുടെ മറുപടി വന്നപ്പോഴേക്കും ഈ 1 ശമൂവേൽ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴെങ്ങനെയാണ്, അവൾ ആത്മാവ് നിറഞ്ഞ സന്തോഷത്തോടെ, സ്തോത്രം, എൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുമെന്ന് പറഞ്ഞ് 10 പേര് കാണുക, ചിലരൊക്കെ കേൾക്കെ അവൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് അവിടെ കാണുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്കായി രഹസ്യത്തിൽ കരയുന്ന ദൈവ പൈതങ്ങളെ, ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, രഹസ്യത്തിൽ നമ്മളെ കാണുന്ന ഒരു ദൈവം, രഹസ്യത്തിൽ നമ്മുടെ വിഷയങ്ങളെ അറിയുന്ന ദൈവം,
ദൈവം, നമ്മുടെ രഹസ്യങ്ങളെ മുഴുവനായും അറിയുന്ന ദൈവം, ആ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്നത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ടാണ്. സ്തോത്രം. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് പരസ്യമായിട്ട് മറുപടി തന്ന് നമ്മളെ മാനിക്കുന്ന ഈ ദൈവത്തെ ഇന്ന് രാത്രി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവത്തെ സേവിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹന്ന, അവളുടെ വിഷയം രഹസ്യമായിരുന്നു. ഭവനത്തിനകത്ത് രഹസ്യമായി അവൾ അനുഭവിച്ച വിഷയം. സ്തോത്രം. ആലയത്തിനകത്ത് വന്നിട്ട് പോലും അവൾ രഹസ്യമായ ആ വിഷയം ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് പറഞ്ഞു എന്നാണ് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്തോത്രം. പക്ഷേ കർത്താവ് അതറിയുവാനും ആ വിഷയത്തിന് പരിഹാരം നൽകുവാനും ഇടയായി തീർന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ ഭാഷ എന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് അറിയാൻ കഴിയുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തോത്രം. ഹൃദയത്തിന്റെ ഭാഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായി പറയാൻ അറിയത്തില്ല. പക്ഷെ ഹൃദയത്തിന്റെ ഭാഷ എന്നൊന്നുണ്ടെങ്കിൽ അത് അറിയാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ അകത്തുള്ള ചിന്തകളെ പോലും വിവേചിച്ചറിയാൻ കഴിയുന്ന നല്ലൊരു കർത്താവാണ് ഈ കർത്താവ് എന്ന് പറയാൻ എനിക്കിത് രാത്രി സന്തോഷമുണ്ട്. സ്തോത്രം. ഹൃദയത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേൾപ്പാൻ എപ്പോഴും തുറക്കപ്പെട്ട കാതുകൾ നമുക്കുയരത്തിലുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കണ്ണുനീരോടെ, കണ്ണുകളോടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതങ്ങളെ, നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ അലറി കരയുന്ന വിഷയങ്ങൾ, പുറമെ നമ്മുടെ അധരങ്ങൾ ചലിക്കുന്നു, ആരും അറിയുന്നില്ല. ഇത്രയ്ക്ക് വലിയ വിഷയമുണ്ടോ എന്ന് പലരുമൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അകത്തളങ്ങളിൽ ഉരുകി 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 പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന വിഷയങ്ങൾക്ക് വ്യക്തമായ പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. സ്തോത്രം. രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് പ്രതിഫലം തരും. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ചില വചന ചിന്തകൾ വേഗത്തിൽ ഞാൻ പറഞ്ഞ് മുൻപിലേക്ക് പോകാം. അപ്പോസ്തലപ്രവർത്തികൾ 4-ാം അധ്യായം വരുമ്പോൾ ഒരു കൂട്ടായ പ്രാർത്ഥനയെ കുറിച്ച് അവിടെ പറയുന്നു. സ്തോത്രം. അപ്പോൾ കൂട്ടായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഈ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം മുതൽ ചില കൂട്ടായ പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ സമയത്ത്, സ്തോത്രം, യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. സ്തോത്രം. അപ്പോൾ ചില നാളുകൾ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. ആ കാലത്ത് 1:15 പറയുന്നു, ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ, സ്തോത്രം, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയണം. വാഗ്ദത്ത വിഷയം പ്രാപിപ്പാൻ അവര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പറയും, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾ യെരൂശലേം വിട്ട് പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഞാൻ മറ്റു വിവരണങ്ങളൊന്നും അവിടെ പറയുന്നില്ല. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയം ഇതാണ്, ആ വാഗ്ദത്ത വിഷയം അവർക്ക് പ്രാപിപ്പാൻ കഴിയണം. വാഗ്ദത്തത്തിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 1-ാം അധ്യായത്തിൽ വാഗ്ദത്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ വാഗ്ദത്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. സ്തോത്രം. കൂട്ടായോ വ്യക്തിപരമായിട്ടോ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. എത്രയോ കാലങ്ങൾ കൊണ്ട് എത്രയോ വാഗ്ദത്തങ്ങൾ, എത്രയോ ദൂതുകൾ. സ്തോത്രം. ഹല്ലേലൂയ. ക്ഷമിക്കണം, ഇവിടെ കറണ്ട് കട്ട് സംഭവിച്ചിരിക്കുന്നു. സ്തോത്രം. എങ്കിലും നമുക്ക് മുൻപിലേക്ക് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വാഗ്ദത്തങ്ങൾ ഒത്തിരി പ്രാപിച്ചവരാണ് ദൈവമക്കള്. സ്തോത്രം. എത്രയോ ആലോചനകൾ, എത്രയോ ദൂതുകൾ, എത്രയോ ദൈവശബ്ദങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഒത്തിരി ചിലരെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്, ബുക്കുകളിലൊക്കെ എഴുതി വെക്കാറുണ്ട്. എഴുതി ബുക്കുകളൊക്കെ ഒത്തിരി പോയെങ്കിലും വാഗ്ദത്തങ്ങൾ പലതും നിറവേറാതിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചില ആൾക്കാർ പറയും, എൻ്റെ കയ്യിൽ നിറയെ വാഗ്ദത്തങ്ങളുണ്ട്. സ്തോത്രം. ഓരോ വർഷം കഴിയും തോറും ഈ ഇയർ എൻഡിങ് മീറ്റിംഗ് ഒക്കെ വരുമ്പോഴേക്കും പുതിയ വാഗ്ദത്തങ്ങളുടെ കാർഡും വാക്യങ്ങളും, ഈ വർഷം എനിക്ക് കിട്ടിയ ദൂത് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വാഗ്ദത്ത വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേരാണ് വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? സ്തോത്രം. ഇവിടെ ഒരു കാര്യം പറയുന്നു, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, വാഗ്ദത്ത വിഷയങ്ങൾ മറന്നു പോകാതെ, സ്തോത്രം, ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച്
പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. ഞാനൊരു പഴയ നിയമ ചിന്ത നിങ്ങളോട് പറയാം. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്. ഒരു പഴയ നിയമ ഭാഗം, വേദഭാഗം ഇങ്ങനെയാണ്. ഹാഗർ മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ മകന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഒരു അമ്പിൻപാട് ദൂരത്തേക്ക്, സ്തോത്രം, ഉപേക്ഷിച്ചിട്ട് എതിരെയിരുന്ന് കരയുന്നതായിട്ട് വചനം പറയുന്നു. എതിരെയിരുന്ന് കരയുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹാഗറിന്റെ നിലവിളി ദൈവം കേട്ടില്ല. സ്തോത്രം. ഹാഗർ, നിനക്കിവിടെ എന്ത് കാര്യമെന്നാ കർത്താവ് ചോദിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ഹാഗർ കരയുകയാണ്, ഒത്തിരി കരയുകയാണ്. ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. ഹാഗർ പറയുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. ഞാൻ ചോദിക്കട്ടെ, ചില നാളുകൾക്ക് മുൻപ് ഹാഗർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സാറയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി മരുഭൂമിയിലേക്ക് പോയ ഒരു ഹാഗറിനെ നമ്മൾ കാണുകയാണ്. സ്തോത്രം. ഹാഗർ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ദൈവത്തിന്റെ ദൂതൻ ഹാഗറിനോട് സംസാരിക്കുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. സ്തോത്രം. എന്നിട്ട് ആ ദൈവദൂതൻ ഹാഗറിനോട് പറയുന്നു, നിന്റെ ഉദരത്തിനകത്ത് ഒരു ആൺ തലമുറ അല്ലെങ്കിൽ ഒരു പുരുഷ സന്തതിയുണ്ട്. സ്തോത്രം. അവൻ കാട്ടുകഴുതിയെ പോലെ ബലമുള്ളവനായി തീരും, അവൻ ഒരു വലിയ ജാതിയായി തീരും, സഹോദരന്മാർക്ക് എതിരെ അവൻ പാർക്കും എന്നിങ്ങനെയുള്ള ചില ദൂത് ഈ കുഞ്ഞിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വാഗ്ദത്തം ഈ പൈതലിനെ കുറിച്ച്, തലമുറയെ കുറിച്ച് ഹാഗറിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, നീ പോയി സാറയ്ക്ക് കീഴടങ്ങി ഇരിക്കണം. സ്തോത്രം. ഇനി ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. ആ കുഞ്ഞിനെ കുറിച്ച് ഒരു വാഗ്ദത്തം ഹാഗർ നാളുകൾക്ക് മുൻപേ പ്രാപിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇനി ഹാഗർ ഈ സമയത്ത് മരുഭൂമിയിൽ, കുഞ്ഞിന് ഏകദേശം 13 വയസ്സാകുന്നു. ഈ സമയം ഈ ഹാഗർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. കർത്താവേ, എനിക്ക് എൻ്റെ പൈതലിന്റെ മരണം കാണണ്ട. സ്തോത്രം. എനിക്ക് കാണാൻ വയ്യ, എൻ്റെ കുഞ്ഞ് മരിച്ചു പോകും. സ്തോത്രം. നാളുകൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അവനൊരു ജാതിയായി തീരും, അവൻ കാട്ടുകഴുതയെ പോലെ ബലമുള്ളൊരു മനുഷ്യനായി തീരും, അവനെക്കുറിച്ച് ജീവിക്കുന്ന ഒരു വാഗ്ദത്തം, കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വാഗ്ദത്തം. സ്തോത്രം. അവനെ ഒരു ജാതിയാക്കും എന്നുള്ളൊരു വാഗ്ദത്തം ഈ അമ്മ കേട്ടു എങ്കിലും, സ്തോത്രം, ഇപ്പോൾ അമ്മ പറയുന്നത് അവന്റെ മരണം എനിക്ക് കാണണ്ട എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് പറയും, നീ ഓടിപ്പോയി കുഞ്ഞിനെ താങ്ങിയെടുക്കുക എന്നുള്ള ശബ്ദം കേട്ടവൾ ഓടിച്ചെന്ന കുഞ്ഞിനെ താങ്ങിയെടുക്കുകയാണ്. സ്തോത്രം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നോക്കൂ, ആ കുഞ്ഞ് വാഗ്ദത്തം പ്രാപിച്ച കുഞ്ഞാണ്. പക്ഷെ ഇപ്പോൾ വാഗ്ദത്വവും ഹാഗറുമായിട്ട് ഒരു ബന്ധമില്ല. അവൾ എതിരെയിരുന്ന് കരയുകയാണ്. സ്തോത്രം. ആ വിഷയത്തിൽ നിന്ന് അവൾ വ്യതിചലിച്ചു മാറിയിരുന്ന് അവൾ കരയുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു, നമ്മൾ വാഗ്ദത്തം കേട്ടത് ശരിയാണ്, ദൂതുകൾ കേട്ടത് ശരിയാണ്, പക്ഷെ എത്ര പേർ ആ ദൂതുകളെ കരങ്ങളിലെടുത്ത്, സ്തോത്രം, ആ ദൂതുകളെ ഏറ്റെടുത്ത് ആ വിഷയം നടക്കണം, ആ വിഷയം ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് അത് ഏറ്റെടുത്ത് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പലപ്പോഴും വാഗ്ദത്വം നമ്മളും തമ്മിൽ വളരെ അകലം വിട്ടിരിക്കുന്നത് പോലെ, മാറിയിരിക്കുന്നത് പോലെ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന വാഗ്ദത്തങ്ങളെ കയ്യിലെടുക്കുക, ആ വാഗ്ദത്തങ്ങളെ കയ്യിലെടുക്കുക, ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. സ്തോത്രം. അത് പറഞ്ഞ ദൈവം ചെയ്തു തരുവാൻ ശക്തനെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരിക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില വാഗ്ദത്ത വിഷയങ്ങളെ എറിഞ്ഞു കളഞ്ഞ, അത് നശിച്ചും അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞ ചില വാഗ്ദത്ത വിഷയങ്ങളെ കയ്യിലെടുപ്പാൻ ഈ രാത്രി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ചില വാഗ്ദത്ത വിഷയങ്ങളെ പിന്നെയും കരങ്ങളിൽ എടുക്കാം. ഇപ്പോഴത്തെ സാഹചര്യം പ്രതികൂലമായതുകൊണ്ട്, ഇന്നത്തെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. ആ പ്രതികൂല സാഹചര്യം കണ്ടുകൊണ്ട് ഈ വാഗ്ദത്വം ഒരിക്കലും നടക്കത്തില്ലെന്ന് അധരം കൊണ്ട് അവിശ്വാസത്തെ പറയിക്കുന്ന സകല ദുഷ്ട വ്യാപാരങ്ങളും ഇന്ന് രാത്രി ഉടഞ്ഞു മാറണമെങ്കിൽ ആ വാഗ്ദത്ത വിഷയങ്ങളെ കയ്യിലെടുത്ത് ആ വാഗ്ദത്ത വിഷയങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിപ്പാൻ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് സ്തോത്രം പറഞ്ഞ് ചില വാഗ്ദത്ത വിഷയങ്ങളെ ഹൃദയത്തിൽ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്തൊന്ന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ. ഇന്നത്തെ സാഹചര്യം പ്രതികൂലമാണ്, സാഹചര്യം പ്രതികൂലമാണ്. ഈ സാഹചര്യത്തെ വെച്ച് നോക്കിയാൽ ആ വാഗ്ദത്തം ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ
ആ ദൈവം പറഞ്ഞ വാഗ്ദത്തം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം. ആമേൻ. നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തെ ദൈവം എനിക്ക് വേണ്ടി നടത്തി തരും എന്ന ജീവന്റെ വിശ്വാസം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹാഗർ ഓടിച്ചെന്ന കുഞ്ഞിനെ താങ്ങിയെടുത്തു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർപ്പിച്ചു വരുന്നത് വാഗ്ദത്ത വിഷയങ്ങൾ, എനിക്ക് ഇത്രയും വാഗ്ദത്ത വിഷയങ്ങളുണ്ടെന്ന് എഴുതി വയ്ക്കുന്നതിലല്ല, ആ വിഷയങ്ങളെ കരത്തിലെടുത്ത് അത് പ്രാപിക്കുന്നതുവരെയും പ്രാർത്ഥിപ്പാനുള്ള ആത്മബലം ഇന്ന് രാത്രി നമ്മുടെ മേലുണ്ടാകട്ടെ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മേലുണ്ടാകട്ടെ. ഞാൻ വേഗത്തിൽ മുന്നിലേക്ക് വരുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ വാഗ്ദത്തത്തിനായി പ്രാർത്ഥിക്കണം, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് ചിന്തിപ്പാനുണ്ട്. കാത്തിരുന്ന് പ്രാർത്ഥിക്കണം, വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ യേശുവിന്റെ ശിഷ്യന്മാർ ഗലീല പുരുഷന്മാരാണ്. അപ്പോൾ ഇവരിപ്പോൾ ആയിരിക്കുന്നത് യെരുശലേമിലാണ്. സ്തോത്രം. ഒരു കാര്യം മാത്രം പറഞ്ഞ് അവിടെ നിന്ന് മുമ്പിലേക്ക് പോകാം. യെരുശലേമിൽ അവരിപ്പോൾ ആയിരിക്കുക. അവർ ഗലീല പുരുഷന്മാരാണ്. നിങ്ങളൊന്ന് ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കി. ഗലീലയിൽ നിന്ന് വളരെ ദൂരമുണ്ട് യെരുശലേമിലേക്ക്. സ്തോത്രം. അവരുടെ നാട്, സ്വന്തക്കാരെ, ഭവനത്തെ എല്ലാം വിട്ടിട്ടാണ് അവരിപ്പോൾ യെരുശലേമിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്, സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകരുത്, ആത്മശക്തി പ്രാപിക്കാതെ നാട്ടിലേക്ക് മടങ്ങി പോകരുത്. സ്തോത്രം. കാരണം അങ്ങോട്ട് പോയപ്പോൾ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു, തിരികെ വരുമ്പോൾ യേശുവില്ല. സ്തോത്രം. പകരം വാഗ്ദത്ത വിഷയം പ്രാപിച്ച് ജയത്തോടെ വേണം, ബലത്തോടെ വേണം മടങ്ങി നാട്ടിലേക്ക് വരാൻ. സ്തോത്രം. അതൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. അവരുടെ ഭവനത്തെ, അവരുടെ സാഹചര്യങ്ങളെ മറന്ന് അവർ ദൈവസന്നിധിയിൽ ഇരുന്നു. സ്തോത്രം. എല്ലാം മറന്ന് ദൈവസന്നിധിയിൽ ഇരുന്നവരെ അധിക കാലം അവിടെ ഇരുത്തി മുഷിപ്പിക്കുവാൻ കർത്താവ് തയ്യാറായില്ല. 10ാം നാൾ ആ വിഷയത്തിന് പരിഹാരം സ്വർഗത്തിലെ ദൈവം വരുത്തുവാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്നു, 10 ദിവസം കഴിയുമ്പോൾ ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം സംഭവിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ മറന്ന്, ഇന്നത്തെ പ്രതികൂലങ്ങളെ മറന്ന്, ഇപ്പോഴത്തെ അവസ്ഥകളെ മറന്ന് ദൈവപാദപീഠത്തിൽ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, അവൻ അധികം അങ്ങനെ മുഷിയാൻ, അധികം കാത്തിരുന്ന് ബുദ്ധിമുട്ടുവാൻ, അധികം മുഷിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്ന ദൈവമേ അല്ലെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഒന്ന്, വാഗ്ദത്തത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം ഇതാണ്. അമേൻ. അതിന്റെ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ, സ്തോത്രം, യേശുവിനെ യൂദ ഒറ്റുകൊടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് മറ്റൊരാളെ എന്ത് ചെയ്യണം? നിയമിക്കണം. സ്തോത്രം. അപ്പോൾ അവിടെ അവർ പ്രാർത്ഥിച്ചത്, സ്തോത്രം, ഒരു സെലക്ഷന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു, ഒരു സെലക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. രണ്ടാമത്തെ കാര്യം ഇതാ, ഒരു സെലക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇന്ന് സഭകളിലൊക്കെ ഇലക്ഷനാണ് നടക്കുന്നത്. സ്തോത്രം. ഇലക്ഷനാണ് നടക്കുന്നത്. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നു, ഇലക്ഷൻ അല്ല, സെലക്ഷനാണ്. സ്തോത്രം. പ്രാർത്ഥിച്ച് സെലക്ട് ചെയ്യണം. കർത്താവ് നിയോഗിക്കുന്നവരെ അവൻ ചുമതലകളിലേക്ക് സെലക്ട് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാനൊരു സംഘടനയ്ക്കും എതിരില്ല, പക്ഷെ പലയിടത്തും നടക്കുന്നത് ഇലക്ഷനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, പ്രാർത്ഥിച്ച് ചിലത് സെലക്ട് ചെയ്യണം. സ്തോത്രം. ആ ഭാഗം വിട്ടുവരാം. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ, ചില ഒഴിവുകൾ വരുമ്പോൾ അവിടെ ദൈവഹിതമുള്ളതിനെ ഫില്ല് ചെയ്ത് തരുവാൻ വേണ്ടി, ദൈവം ചിലതിനെ സെലക്ട് ചെയ്ത് തരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യൂദ ഒഴിഞ്ഞുപോയി. സ്തോത്രം. കാരണം ഈ ദ്രവ്യാഗ്രഹിയായ യൂദ ഒഴിഞ്ഞുപോയി. സ്തോത്രം. അവിടെ നിയോഗമുള്ള ഒരുവനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ചില നഷ്ടങ്ങളെ, ചില ശൂന്യതകളെ കർത്താവ് നിറയ്ക്കുവാൻ, പരിഹരിപ്പാൻ വേണ്ടി പ്രാർത്ഥിപ്പാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ചില ശൂന്യതകളെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ചില ശൂന്യതകളെ ദൈവഹിതപ്രകാരമുള്ള നിറവാക്കി മാറ്റുവാൻ, സ്തോത്രം, ദൈവം ചിലതിനെ നിറയ്ക്കുവാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ താല്പര്യമുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ചില ആലയങ്ങൾക്കകത്ത് സ്തോത്രം, ചില വ്യക്തികൾ മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് വേദനിക്കുന്നവരുണ്ട്. സ്തോത്രം. പക്ഷേ ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവിക നിയോഗമുള്ള ചിലതിനെ കൊണ്ടുവരുവാൻ, സ്തോത്രം, ചില കുടുംബങ്ങൾക്ക് വേണ്ടി വേദനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ, സ്തോത്രം, ദൈവ നിയോഗമുള്ള ചിലതിനെ ആലയത്തിനകത്ത് കയറ്റാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം, ഹല്ലേലൂയ.
കർത്താവിനെ ഒറ്റുകൊടുക്കുന്നവരും, കർത്താവിനെ കാശിന് വിൽക്കുന്നവരും, കർത്താവിന് ലോകാപവാദം വരുത്തുന്നവരും ആലയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് അതിനെ നോക്കി ഭാരപ്പെടണ്ട. ശൗൽ വീണതുകൊണ്ട് ശമൂവേൽ ദുഃഖിച്ച് കരഞ്ഞപ്പോൾ ശമൂവേലിനോട് ചോദിക്കുന്നു, നീ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കണം. ഈ രാത്രി ആ ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലതൊക്കെ ഒഴിഞ്ഞു പോയത് ദൈവഹിതപ്രകാരമെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ സ്ഥാനത്തേക്ക് നിയോഗമുള്ള ചില മധ്യാസിനെ കൊണ്ടുവരുവാൻ, സ്തോത്രം, നിയോഗമുള്ള ചിലതിനെ ഫില്ല് ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ചില ശൂന്യതകളെ നിറയ്ക്കുവാൻ കർത്താവ് ശക്തനാണെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ചില ശൂന്യതകളെ പരിഹരിച്ചു തരുവാൻ, ദൈവഹിതമുള്ള ചില നിറവുകളെ തരുവാൻ, സ്തോത്രം, ചിലതിനെ കൊണ്ടുവരുവാൻ, ചിലതിനെ ചേർത്ത് തരുവാൻ, യേശുവിന്റെ നാമത്തിൽ ചിലതിനെ ചേർത്ത് തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ നമുക്കാവശ്യം യൂദയല്ല, നമുക്കാവശ്യം നിയോഗമുള്ള മധ്യാസിനെയാണ്. നമുക്കാവശ്യം അവൻ ഒഴിഞ്ഞുപോയ യൂദയല്ല, കർത്താവ് തിരഞ്ഞെടുത്ത മധ്യാസിനെയാണ്. ചില ദൈവിക നിയോഗങ്ങൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ സെലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല, കർത്താവ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് വരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. വേഗത്തിൽ അവിടെ നിന്ന് പിന്നെ ഞാൻ മുൻപിലേക്ക് പോകുക. 2-ാം അധ്യായം വരുമ്പോഴേക്കും, സ്തോത്രം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടുത്തൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അവിടെ സംഭവിച്ചു. സ്തോത്രം, ആമേൻ. ആ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഒരല്പം കൂടെ വേഗത്തിൽ മുൻപിലേക്ക് ഞാൻ പോകുന്നു. ആമേൻ. ഈ ദൈവത്തിന്റെ ആത്മശക്തി പ്രാപിച്ചവർ 3-ാം അധ്യായം കടന്നു വരുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ ആലയത്തിനകത്ത് കടന്നു വന്ന, സ്തോത്രം, ആലയത്തിലേക്ക് കടന്നു വന്ന പത്രോസും യോഹന്നാനും, സ്തോത്രം, ആലയത്തിലേക്ക് വരുമ്പോൾ ജന്മന മുടന്തനായ ഒരു മനുഷ്യനെ ആ ആലയത്തിന് മുൻപിൽ വെച്ച് കാണുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ അവിടെ കാണുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഈ ദൈവിക നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, സ്തോത്രം, ദൈവം പുറത്തും അകത്തും ഒരുപോലെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനാണ്. ആലയത്തിനകത്ത് മാത്രമല്ല വിടുതൽ, ആലയത്തിന് പുറത്തും വിടുതലുകൾ ചെയ്യുവാൻ കർത്താവിന് കഴിയും. സ്തോത്രം, ഒന്നുകൂടെ പറഞ്ഞാൽ വഴിയിൽ അത്ഭുതം ചെയ്യുവാൻ കർത്താവിന് കഴിയും. സ്തോത്രം, അന്ന് വരെ ഇങ്ങനെയാകാം ഒരു അത്ഭുതം സംഭവിക്കേണ്ടത്, ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ സാഹചര്യങ്ങളെ മാറ്റിയിട്ട്, സ്തോത്രം, നടക്കാത്ത കാര്യം, ഒന്നുകൂടെ പറഞ്ഞാൽ പതിവില്ലാത്ത കാര്യം ചെയ്തെടുപ്പാൻ, സ്തോത്രം, ദൈവത്തിന് കഴിയും. സ്തോത്രം, പതിവായി നടക്കുന്നതിനെ മാറ്റിയിട്ട് പതിവല്ലാത്തൊരു കാര്യം ചെയ്യുവാൻ കർത്താവിന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി സൗഖ്യം പ്രാപിച്ചത് കൊണ്ട് ഈ പത്രോസിനെയും യോഹന്നാനെയും കാരാഗ്രഹത്തിൽ പിടിച്ചിടുകയും അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവര് ധൈര്യത്തോടെ കർത്താവിനെ കുറിച്ച് പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന അധികാരികളുടെ മുമ്പിൽ അധികാരത്തോടെ അഭിഷേകത്തോടെ അവർ പറയുകയാണ്. സ്തോത്രം, ശരി. അതെല്ലാം കഴിഞ്ഞ് മുമ്പിലേക്ക് വരുമ്പോൾ അവരെ ഉപദ്രവിച്ചിട്ട് മേലിൽ യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കി അവരെ പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ഇനിയാണ് നമ്മൾ വായിച്ച ചിന്തകളിലേക്ക് നമ്മൾ വരികയാണ്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയം, അവരെ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ലിങ്ക് വരുമ്പോഴേക്കും കണ്ടിന്യൂഡ് പ്രയർ ആൻഡ് ഫെലോഷിപ്പ് എന്നുള്ള ഒരു പദം ഞാൻ അവിടെ കാണുവാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ കൂട്ടായ്മയും പ്രാർത്ഥനയും, സ്തോത്രം. അപ്പോൾ ഇവർ അധികാരികളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചിട്ട് അവര് നേരെ പോയത് കൂട്ടാളികളുടെ അടുക്കലേക്കാണ്. സ്തോത്രം. പ്രാർത്ഥന കൂട്ടാളികളുടെ അടുക്കലേക്കാണ്. സ്തോത്രം. ഒരു കൂട്ടം വ്യക്തികൾ പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട്. അവരുടെ അടുക്കലേക്ക് ചെന്ന് ഇവരുടെ വിഷയങ്ങൾ പറയുകയാണ്. ഇങ്ങനെയാണ് കർത്താവിന്റെ നാമത്തിൽ മേലിൽ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ വിട്ടയച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇനി മുമ്പിലേക്ക് കടന്നു വരുമ്പോഴേക്കും അവർ ഒരുമനപ്പെട്ട്, ഇങ്ങനെ പറയുന്നു, അതിന്റെ 24-ാമത്തെ വാക്യം പറയുന്നു, അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. സ്തോത്രം. അപ്പൊ പ്രാർത്ഥനയ്ക്കകത്ത് ഇവിടെ ഒരു നിലവിളി എന്നുള്ളതാണ് പറയുന്നത്. നിലവിളി. സ്തോത്രം. നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.
സ്തോത്രം. ആ വാക്യം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24-ാമത്തെ വാക്യം, അവർ ഒരുമനപ്പെട്ട് നിലവിളിച്ചു എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ പ്രാർത്ഥന ഒരു നിലവിളിയായി മാറി. സ്തോത്രം. നിലവിളിയായി മാറി. അതായത് ഈ വിഷയത്തിന് പരിഹാരം ലഭിച്ചേ മതിയാകത്തുള്ളൂ. നാളെ പുറത്തിറങ്ങാൻ കഴിയത്തില്ല, നാളെ കർത്താവിനെ കുറിച്ച് പറയാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ വിഷയത്തിന് പരിഹാരം വന്നേ മതിയാകത്തുള്ളൂ എന്നുള്ള നിലയിൽ അവർ നിലവിളിച്ചു പ്രാർത്ഥിപ്പാൻ തുടങ്ങി. സ്തോത്രം. ചിലപ്പോൾ ചില പ്രാർത്ഥന, സ്തോത്രം, ശബ്ദമായി വരത്തില്ല, ചില നിലവിളിയായി മാത്രം വരാറുണ്ട്. സ്തോത്രം. ചിലപ്പോൾ ചില പ്രാർത്ഥന കണ്ണുനീര് മാത്രമേ അവനായി വരത്തുള്ളൂ, ഈ വാക്കുകൾ ഉണ്ടാകത്തില്ല. സ്തോത്രം. വാക്കുകളില്ല, നിലവിളി മാത്രമാണെങ്കിലും അതിനെയും തിരിച്ചറിയാൻ നമുക്കൊരു കർത്താവ് ഉയരത്തിലുണ്ട് എന്നുള്ള ഇനി എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ? സ്തോത്രം. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ. എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ? വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ. എത്ര പേര് ഇന്ന് രാത്രി അത് കേൾക്കുന്നുണ്ട്? എങ്ങനെ പ്രാർത്ഥിക്കണം? വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഓരോ ശുശ്രൂഷയിലും വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ എല്ലാ ശുശ്രൂഷയ്ക്കും വചനം ഒത്തിരി പറയാറുണ്ട്. സ്തോത്രം. ഈ പൊതുവെ ദൈവമക്കളെ കുറിച്ചുള്ള ഒരു ആക്ഷേപം എങ്ങനെയാണ്? നിങ്ങൾ കല്യാണത്തിനും പ്രസംഗിക്കും, മരണത്തിനും പ്രസംഗിക്കും, പിന്നെ ബർത്ത്ഡേക്കും പ്രസംഗിക്കും, ചർച്ചിൽ പ്രസംഗിക്കും. സ്തോത്രം. എന്ത് വന്നാലും പ്രസംഗം വിട്ടൊരു കളിയില്ല. കൺവെൻഷൻ നടത്തിയാലും നിങ്ങൾ പ്രസംഗിക്കും, പുറത്ത് റോഡിൽ പോയാലും നിങ്ങൾ പ്രസംഗിക്കും. വചനം പറയാതെ ഒരു പരിപാടി നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് പലരും കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ശരിയാണ്, നമ്മുടെ എന്ത് കാര്യത്തിനും നമ്മൾ പ്രസംഗിക്കും. സ്തോത്രം. എല്ലാത്തിനും വചന ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. വചനം ഒഴിവാക്കി നമുക്കൊരു ശുശ്രൂഷയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വചനം നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. ഈ കേൾക്കുന്ന വചനം, സ്തോത്രം, അതിൽ ചില വചനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞങ്ങളെ ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ദൈവദാസന്മാർ അവര് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വചനം പറയുമ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ, ചില വാഗ്ദത്തങ്ങൾ, ചില വചനഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ആ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ വിടുതലിന്റെ കാരണമായി തീരും. സ്തോത്രം. വലിയ വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ശക്തിയാണ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ രോഗസൗഖ്യവുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവേ, അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വേറൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കും. ആമേൻ. പിന്നെ പുതിയ നിയമഭാഗത്തിൽ പറയുന്നു, തൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെയുള്ള ചില വാക്യങ്ങൾ, വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആ രോഗിക്ക് സൗഖ്യം വ്യാപരിക്കുന്നതിന് ആമേൻ അധികം കാരണമായി തീരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ഒരു 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 സ്തോത്രം, ഒരു ട്രെയിൻ ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ചിലരുടെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവം പറഞ്ഞ വചനങ്ങൾ, വാക്കുകൾ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. സ്തോത്രം. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ എന്നൊരു പദം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞ ചില വചനങ്ങളെ ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. സ്തോത്രം. ഈ ഒരുമിച്ച് ഒരുമനപ്പെട്ടവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. സ്തോത്രം. ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. സ്തോത്രം. ഭവനത്തിനകത്ത് മുഴങ്കാൽ മടക്കുമ്പോൾ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. വചനം കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. മാത്രമല്ല അത് തീയാണ്,
പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. സ്തോത്രം. എന്തായി മാറണമോ അതായി മാറാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഒന്നുകൂടെ, നമുക്ക് ആവശ്യം എന്താണോ ആ വിഷയത്തിന് പരിഹാരം വരുത്താൻ അതായി മാറുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. സ്തോത്രം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമേൻ പറയാം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. അങ്ങനെ അവർ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അപ്പോൾ ഈ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ഈ കുലുങ്ങി എന്ന് പറയുന്ന ഒരു ഭാഗം, സ്തോത്രം, എപ്പോഴാണ് ചിലതൊക്കെ കുലുങ്ങുന്നത്? സ്തോത്രം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനുള്ള സമയം നമുക്ക് പോരാ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ പറയുന്നു, സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതം കുലുങ്ങി എന്ന് വചനം പറയുന്നു. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവം ഇറങ്ങി വരുന്നിടത്ത്, സ്തോത്രം, പർവ്വതമായാലും അത് കുലുങ്ങാൻ തുടങ്ങും. സ്തോത്രം. ദൈവം ഇറങ്ങി വരുന്നത് എവിടെയാണോ അവിടെ ചില ചലനങ്ങൾ സംഭവിപ്പാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നാൽ അവിടെ ചിലത് ചലിക്കുവാൻ തുടങ്ങും. ഒരിക്കലും ചലിക്കത്തില്ലെന്ന് പറയുന്ന മേഖലകളിലും ചലനങ്ങൾ സംഭവിപ്പാൻ ഇടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 26-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസും ശീലാസും അർദ്ധരാത്രി കാരാഗ്രഹത്തിനകത്ത് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, പ്രാർത്ഥിച്ചു പാടി അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന് പറയുന്നു. ഒറ്റ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടെ ദൈവം ഇറങ്ങി വന്നു. സ്തോത്രം. അവിടെ ദൈവം ഇറങ്ങി വന്നു. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവിടെ ദൈവം ഇറങ്ങി വന്നു. അതിന്റെ പ്രത്യക്ഷമായ അടയാളമായിരുന്നു കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതങ്ങളെ, അവൻ കുലുങ്ങാത്ത അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ, ശത്രുവിന്റെ ചില കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുമെന്ന് വിശ്വസിപ്പാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ചില മേഖലകളെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലം കുലുങ്ങി എന്ന് പറയുന്നു. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് ഞാൻ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അടുത്ത പദം വളരെ ശ്രദ്ധേയമാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. സ്തോത്രം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പ്രാർത്ഥിച്ചപ്പോൾ, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. കണ്ടോ? പ്രാർത്ഥിച്ചപ്പോൾ അവർ ആത്മാവിൽ നിറയപ്പെട്ടു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഞാൻ വിവരിപ്പാൻ നിൽക്കുന്നില്ല. അടുത്ത ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ ധൈര്യം നിറഞ്ഞവരായി, സ്തോത്രം, ആത്മാ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇനി അവർ പ്രാർത്ഥിപ്പാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവേ, ഈ അധികാരികളെ സന്ദർശിക്കണമേ, അല്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമേ, ഞങ്ങളെ മേലിൽ പ്രസംഗിക്കരുത്, യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ വ്യക്തികളോട് കർത്താവെ നീ ഇടപെടണമേ. ഇങ്ങനെയൊക്കെ ആയിരിക്കാം സാധാരണ പ്രാർത്ഥിപ്പാൻ സാധ്യതയുള്ളത്. സ്തോത്രം. നമ്മളാണെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ. കർത്താവെ, ആ അധികാരിയോട് കർത്താവ് സംസാരിക്കണമേ, അവരുടെ മനസ്സിനെ അലിയിക്കണമേ, ഇന്ന് അല്ലെങ്കിൽ ആ ഭരണകൂടത്തെ ദൈവം മാറ്റിക്കളയണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. അല്ലെ? ഹല്ലേലൂയ. ചില പ്രതികളും നമ്മൾ കർത്താവ് വേരോടെ മാറ്റിക്കളയണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ചില ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കും, കർത്താവെ, അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞങ്ങൾക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാള് ഒത്തിരി ബുദ്ധിമുട്ട് വരുത്തുകയാണ്. അതുകൊണ്ട് അവർ വേരോടെ പിഴുതെടുത്ത് കർത്താവ് വേറെ എവിടെയെങ്കിലും കൊണ്ട് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തായാലും നട്ടുപിടിപ്പിക്കാനെങ്കിലും കൂടെ അവർ പറയുന്നുണ്ടല്ലോ, അത് വളരെ സന്തോഷമാണ്. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്തോത്രം, പലരും എങ്ങനെ പറയുന്നു, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന് വരുന്ന പ്രതിഫലം കാണും. അങ്ങനെ കാണണമെങ്കിൽ നമ്മളും അവിടെ ഉണ്ടാകണം, ആ ദുഷ്ടനും അവിടെ ഉണ്ടാകണം. സ്തോത്രം. അല്ലേ? സ്തോത്രം. അടുത്ത കാര്യം പറയുന്നത് ഇങ്ങനെയാ, ഒരു വചനം കൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ശത്രുക്കൾ കാണുക മേശ ഒരുക്കും, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കും, മേശ ഒരുക്കും. സ്തോത്രം. ശത്രുക്കൾ കാണുക മേശ ഒരുക്കണം എന്നുള്ള വചനം നിറവേറണമെങ്കിൽ ശത്രു അവിടെ ഉണ്ടാകണം, നമ്മളും ഇവിടെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. മേശയൊക്കെ പിന്നെ വണ്ടി പിടിച്ച് മേശ കൊണ്ടുപോയി അവരെ കാണിക്കേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്തോത്രം. അപ്പോൾ ശത്രുക്കൾ കാണുക മേശ ഒരുക്കണമെങ്കിൽ നമ്മളും അവിടെ ഉണ്ടാകണം. ശത്രുവിനെ പിഴുതെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യണ്ട? പ്രാർത്ഥിക്കേണ്ട. ചിലപ്പോൾ ശത്രുവിനെ പിഴുതെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് പിഴുതു മാറ്റത്തില്ല. സ്തോത്രം. ഇല്ലെങ്കിൽ പിന്നെ അവസാനം പറയും, കർത്താവ് എന്നെയെങ്കിലും ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒന്ന് പിഴുതെടുത്ത്
എടുത്ത് വേറെ എവിടെയെങ്കിലും നട്ടുവെക്കണം എന്ന് പറയും. സ്തോത്രം. ഒന്നും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവ് ചെയ്തില്ലെന്ന് വരും. ഇവരിവിടെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? കർത്താവെ, അധികാരികളോട് സംസാരിക്കണം, വചനം അങ്ങനെ പറയുന്നുണ്ടല്ലോ, കർത്താവ് ആ വിഷയത്തിന് പരിഹാരം വരുത്തണം എന്നൊക്കെ പറഞ്ഞവർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറയട്ടെ, കർത്താവ് അധികാരിയെ തൊട്ടില്ല. അന്നത്തെ ഭരണകൂടം മാറിയില്ല. നിങ്ങളൊന്ന് കേട്ടെ. സ്തോത്രം. അന്നത്തെ ഭരണകൂടം മാറിയില്ല. അന്ന് അവിടെ ഇരുന്ന രാജാവിനെ മറ്റാരും വന്ന് പരാജയപ്പെടുത്തിയില്ല. ഒന്നും സംഭവിച്ചില്ല. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പ്രാർത്ഥിച്ച വിഷയത്തിന് ഒരു മറുപടിയും കിട്ടിയില്ല. ആ സാഹചര്യത്തെ മാറ്റണമേ, പ്രതികൂലം മാറ്റണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിനൊന്നും ഒരു മറുപടിയും കർത്താവ് കൊടുത്തില്ല. പിന്നെ കർത്താവ് എന്താ ചെയ്തത്? വചനം പറയുന്നു, ഒന്ന്, അവരെ ആത്മാവിനാൽ നിറച്ചു. സ്തോത്രം. അവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. രണ്ട്, അവരെ ധൈര്യം കൊടുത്ത് ധൈര്യം അവരുടെ മേൽ പകർന്നു. വചനം പറയുന്നു, അവർ ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു. അവർ പ്രാർത്ഥിച്ചത് പ്രതികൂലം മാറാൻ. പക്ഷെ കർത്താവ് അവരെ പ്രതികൂലമല്ല മാറ്റിയത്, ആ പ്രതികൂലത്തിന്റെ മധ്യത്തിലൂടെ നടക്കാനുള്ള ധൈര്യം അവരുടെ മേൽ കർത്താവ് കൊടുത്തു. സ്തോത്രം. രാത്രി എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അവർ പ്രാർത്ഥിച്ചത്, കർത്താവ് ഈ പ്രതികൂലമൊന്ന് മാറ്റി തരണമേ. പക്ഷെ കർത്താവ് പ്രതികൂലമല്ല മാറ്റിയത്, ആ പ്രതികൂലത്തിന്റെ മധ്യത്തിലൂടെ നടക്കാനുള്ള ബലം, ധൈര്യത്തോടെ നടക്കാനുള്ള ബലം. സ്തോത്രം. ഇന്ന് രാത്രി ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഈ പ്രതികൂലം മാറ്റണമേ, അഭിഷേകത്തിനെ മാറ്റണമേ. നോ, ചിലപ്പോൾ കർത്താവ് അത് ചെയ്തെന്ന് വരത്തില്ല, പ്രതികൂലം മാറ്റത്തില്ല. പക്ഷെ ആ പ്രതികൂലത്തിന്റെ മധ്യത്തിലൂടെ തല ഉയർത്തി നടക്കാൻ, ആമേൻ, തല ഉയർത്തി നടക്കാൻ, സ്തോത്രം, ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി അറിയണം. അവൻ എഫെസർ 3:20, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇന്ന് രാത്രി നാം ചോദിക്കുന്നത് ഒന്ന്, അവൻ ലഭിക്കുന്നത്, കർത്താവ് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. അത് ദൈവത്തിന്റെ പദ്ധതികളാണ്. സ്തോത്രം. ലൂക്കോസ് 18:39 അവൻ ഒരു കുരുടൻ നിലവിളിക്കുകയാണ്, കർത്താവെ, എന്നോട് കരുണ ചെയ്യണമേ. അവൻ ചോദിച്ചത് കരുണയാണ്, പക്ഷെ അവന് കിട്ടിയത് കാഴ്ചയാണ്. സ്തോത്രം. അവൻ ചോദിക്കാത്തതാണ് അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. ഇന്ന് രാത്രി കരുണ ചോദിച്ചവന് കാഴ്ച കൊടുത്തെങ്കിൽ, സ്തോത്രം, നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭരങ്ങളും തുറന്ന് ഒരു നിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങളെ നോക്കി, കർത്താവ് ഈ പ്രതികൂലത്തെ മാറ്റണമേ, ഈ വിഷയത്തിന് പരിഹാരം വരുത്തണമേ. സ്തോത്രം. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആ വിഷയത്തിന് പരിഹാരം ലഭിച്ചെന്ന് വരത്തില്ല. പക്ഷേ അതിന്റെ മധ്യത്തിലൂടെ ജയത്തോടെ നടപ്പാനുള്ള ധൈര്യത്തെ കർത്താവ് തരും. ഇന്ന് രാത്രി ധൈര്യത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ശബ്ദനാദരയ. നാം പ്രാപിച്ചത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്, ശക്തിയുടെ ആത്മാവിനെയാണ്, സുബോധത്തിന്റെ ആത്മാവിനെയാണ്. ഇന്ന് രാത്രി ഭീരുത്വങ്ങൾ വിട്ടുമാറട്ടെ. ചില ഹൃദയങ്ങളിൽ നിന്ന് ഭയത്തിന്റെ ആത്മാക്കൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിവിധ ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭയത്തെ സ്വർഗം ഇന്ന് രാത്രി എടുത്തു മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തിന്റെ ആത്മാക്കൾ വിട്ടുമാറട്ടെ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില കൽപ്പനകൾ മേലാൽ അത് ചെയ്യരുത്. സ്തോത്രം. മേലാൽ കർത്താവിന് വേണ്ടി നിൽക്കരുത് എന്നുള്ള നിലവാരത്തിൽ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ധൈര്യത്തോടെ ജയത്തോടെ നമ്മൾ നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്ന് രാത്രി ആ കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മ ഒരു വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടയായി തീരുന്നു. ഈ കൂട്ടായ്മ ഒരു വലിയ വിടുതലിന് കാരണമായി തീരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിച്ചു. അവർ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഒറ്റവാക്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവർ പ്രാർത്ഥിച്ച മേഖലയിൽ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി എവിടെയായിരുന്നു കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കർത്താവ് അതിനായി ജനത്തെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ രാത്രി വചനം ഞങ്ങളുടെ അകത്ത് കത്തിക്കൊണ്ടിരിപ്പാൻ, വചനം ഞങ്ങളുടെ അകത്ത് ശക്തിയോടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്ത വിഷയങ്ങളെ കയ്യിലേന്തി പ്രാർത്ഥിപ്പാൻ, ചില വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. വാഗ്ദത്ത വിഷയങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിപ്പാൻ, ധൈര്യത്തോടെ പ്രാർത്ഥിപ്പാൻ, കൂട്ടായ്മയോടെ പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ചലിക്കാത്ത ചില വിഷയങ്ങൾ
വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വ്യാപരിപ്പാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന, രഹസ്യമായി പ്രാർത്ഥിക്കുന്ന, നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിപ്പാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് രാത്രി എന്റെ ആമേൻ ഈ വചന ശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഈ അവസരത്തെ ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും വിശേഷാലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്ന. കർത്താവ് നമ്മ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഇന്ന് രാത്രിയിൽ കർത്താവിന് മഹത്വം കരേറ്റ വളരെ ഹൃദയമായി കൃത്യമായി പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട് എന്ന് ആമേൻ നമ്മെ അറിയിപ്പാനിടയായി. പ്രാർത്ഥന വിത്ത് വിതയ്ക്കുന്നതിനോട് തുല്യമായിട്ടാണ് പറഞ്ഞ് ആരംഭിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവർ വാഗ്ദത്ത വിഷയത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. 2-ാം അധ്യായത്തിൽ അവരെ ആത്മാവിനാൽ നിറച്ചു, അവരുടെ പ്രാർത്ഥനയാൽ അഭിഷേകത്താൽ നിറച്ചു. 3-ാം അധ്യായത്തിൽ പ്രാർത്ഥനയാൽ വഴിയിൽ അത്ഭുതങ്ങൾ നടന്നു. 4-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ ദൈവം അവരെ ശക്തിപ്പെടുത്തി കർത്താവിന്റെ വേലയിൽ നിൽക്കാൻ. അവരുദ്ദേശിച്ചതുപോലെ അല്ല, മറ്റൊരളവിലാണ് ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി വെളിപ്പെട്ടു വരാനിടയായത്. ഹന്നായുടെ പ്രാർത്ഥന രഹസ്യമായിരുന്നു, എന്നാൽ പ്രാർത്ഥന പരസ്യമായിട്ട് മറുപടി പരസ്യമായി ദൈവം നൽകി. ഹാഗാറിന്റെ നിലവിളി, ബാലന്റെ നിലവിളി, ഇതെല്ലാം കേട്ട കർത്താവ് മറുപടി നൽകി. ഈ ദിവസങ്ങളിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ആമേൻ. അത് വ്യക്തിപരമായി, കുടുംബപരമായി, തലമുറപരമായി, സാമ്പത്തികമായി, സൗഖ്യമായി, ശുശ്രൂഷാപരമായി, ഏതൊക്കെ മേഖലകളിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ശക്തമായ മറുപടികൾ കർത്താവ് തരും. വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു ദൂതാണ്. ഞാൻ സാധാരണ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? വചനം ഉരുവിടണം. ഏത് വിഷയം നാം പ്രാർത്ഥിക്കുമോ ആ വിഷയത്തിന് വചനം ഉരുവിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്വതന്ത്രം. ആമേൻ. അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, സൃഷ്ടിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. നല്ല ദൂതകൾക്കായി സ്തോത്രം ചെയ്യാം. സന്തോഷവാസ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഗോഡ് സിംഗ് ബാസ്റ്റിയെ ഓർത്ത് പ്രാർത്ഥിച്ചാണ് കടന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കേൾക്കാൻ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. ദൈവത്തിന്റെ വചനം കർത്താവെ ഐശ്വര്യമായി ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസൻ ഗോഡ് സിംഗ് ഫാസ്റ്റർ ദൈവം സഹായിച്ചല്ലോ. കർത്താവെ, അങ്ങയുടെ ദാസനിലൂടെ കേൾപ്പിച്ച നല്ല ദൈവവചനത്തിന്റെ ദൂതുകൾക്കായി സ്തോത്രം. കർത്താവെ, രഹസ്യത്തിൽ കാണുന്ന പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരുന്ന ദൈവമാണെന്ന് വചനത്തിന്റെ വെളിപ്പാട് അങ്ങയുടെ ദാസനിലൂടെ ഐശ്വര്യമായി ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കർത്താവെ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകുന്ന ദൈവമാണ്. കർത്താവെ, സ്തോത്രം. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുള്ളൂ. ആ പ്രാർത്ഥിച്ച സ്ഥലം കുലുങ്ങുന്ന ദൈവശക്തിയുടെ വ്യാപാരം തന്റെ ജനത്തിന്മേൽ അയച്ച ദൈവം, ജനത്തെ ധൈര്യപ്പെടുത്തിയ ദൈവം, അവരുടെ രഹസ്യ പ്രാർത്ഥനയ്ക്ക് പരസ്യമായി മറുപടി നൽകിയ ദൈവം, അന്നയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകിയ ദൈവം, ഞങ്ങളുടെ ഒരു നെടുവീർപ്പ് പോലും സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട് അതിന്മേൽ മറുപടി അയക്കുന്ന നല്ല കർത്താവാകിയാൽ നന്ദിയോട് സ്തോത്രം. വചനം ഉരുവിട്ട് പ്രാർത്ഥിപ്പാൻ ഒക്കെ വചനത്തിന്റെ ആഹ്വാനം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. നൽകിയ ദൂതിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, നുവാ മിനിസ്ട്രിക്കായി സ്തോത്രം. കർത്താവിദാസ് ജോസ് പാസ്റ്ററായി കുടുംബത്തിനായി സ്തോത്രം. ഈ സൂമിൽ സംബന്ധിച്ച സകല ദൈവമക്കളുടെയും അവർ രഹസ്യമായി പ്രാർത്ഥിക്കുക സകല വിഷയത്തിന്മേലും സ്വർഗത്തിന്റെ ദൈവം അവർക്ക് മറുപടി നൽകി തന്റെ ജനത്തെ ആദരിക്കുന്ന ദൈവമാകിയ സ്തോത്രം. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാകിയ സ്തോത്രം. കേൾപ്പിച്ച ദൂതിന് മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ വചനം സംസാരിച്ച കർത്താവിന്റെ ഗോഡ് സിംഗ് പാസ്റ്ററായി തന്റെ ശുശ്രൂഷകൾക്കായി എല്ലാം സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് തിരുമുമ്പാകെ താഴ്ത്തുന്നു, ഒരുമിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥനയാചന സ്വർഗം ആദരിച്ചതിന് സ്തോത്രം. മുഴുവൻ യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം പ്രാർത്ഥനയാചന കേട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു കർത്താവിന്റെ കൃപ ആശിസ്സുവെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അനുഗ്രഹം ഈ നുമാ മിനിസ്ട്രിയോട് വചന ശുശ്രൂഷിച്ച ഗോഡ് സിംഗ് പാസ്റ്ററോടും ഈ സൂമിലുള്ള സകല ദൈവമക്കളും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് വിടുതലയച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും സമാധാനത്തോടെ കടന്നു പോകാം. വിശേഷിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച്
ആമേൻ. ഐശ്വര്യമായി ദൈവത്തിന് പങ്കുവെച്ച കർത്താവിദാസൻ കോച്ചിങ് ഭാഷയോട് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് കാണാം. സ്തോത്രം. സജീവത്ത് പാസ്റ്ററിന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഓർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ ഏനാത്ത് ഭാഗത്തേക്ക് ട്രാൻസ്ഫറായി വന്നിട്ടുണ്ട്. ശേഷം ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സ്തോത്രം.